ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് തൃശൂർ നഗരത്തിലേക്ക് പുലികൾ എത്തിത്തുടങ്ങി. 7 ദേശങ്ങളിൽ നിന്നായി 300-ലധികം പുലികളാണ് ദൃശ്യതാള വിരുന്നൊരുക്കുന്നത്. പുലിക്കളി സംഘങ്ങൾ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങിത്തുടങ്ങുകയാണ്. തത്സമയ വിവരങ്ങളുമായി അല്ലമീനുണ്ട്. അല്ലമീൻ, പുലികൾ നേരത്തെ അല്ലമീൻ പറഞ്ഞത് പ്രകാരം മടകളിൽ നിന്ന് ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. എന്താണ് അവിടുത്തെ കാഴ്ച? മടകളിൽ നിന്ന് ഒരുക്കങ്ങൾ പൂർത്തിയാക്കി പുലികൾ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയിരിക്കുകയാണ്. അല്പസമയത്തിനകം അവർ സ്വരാജ് റൗണ്ടിലേക്ക് കടക്കുകയും ചെയ്യും. ഇപ്പോൾ തൊട്ടു മുമ്പ് നമ്മൾ കണ്ടതാണ് മടകളിൽ നിന്ന് ഒരു മേളവാദ്യത്തോടുകൂടി അകമ്പടിയോടുകൂടി അവർ ഈ വിയ്യൂർ നഗരം ചുറ്റുന്നൊരു കാഴ്ച. ഞാൻ വിയ്യൂർ യുവജന സംഘം ദേശത്തോടൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത്. ആ സംഘങ്ങളിൽപ്പെട്ട ഒരു 5-6 പുലികളും മേളക്കാരുമാണ് പുറത്തിറങ്ങി ഒരു നഗരം ചുറ്റുന്നൊരു കാഴ്ച നമ്മൾ കണ്ടത്. ഇപ്പോൾ അവർ റെസ്റ്റ് എടുക്കുകയാണ്. അല്പസമയം കൂടി കഴിയുമ്പോൾ ഈ മടകളിൽ നിന്നുള്ള മുഴുവൻ പുലികളും പുറത്തേക്ക് ഇറങ്ങും, രംഗത്തേക്ക് വരികയും ചെയ്യും. പിന്നീട് അവർ നേരെ പോകുന്നത് സ്വരാജ് റൗണ്ട് ഭാഗത്തേക്കാണ്. ആദ്യം നടുവിലാൽ ജംഗ്ഷനിലേക്ക് എത്തും. അതിനുശേഷം അവിടെ ഗണപതി കോവിലിൽ തേങ്ങ ഉടച്ചതിനു ശേഷമായിരിക്കും പുലിക്കളിയും ഘോഷയാത്രയും ഒക്കെ തുടങ്ങുക എന്നുള്ളതാണ് ഏറെ പ്രധാനം. അങ്ങനെ ഓരോ ദേശക്കാരും ഇത്തരത്തിൽ മടകളിൽ നിന്ന് കഴിഞ്ഞ കുറേ നാളുകളായുള്ള അവരുടെ തയ്യാറെടുപ്പുകൾ, പ്രത്യേകിച്ച് ഇന്നലെയും ഇന്നുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ചമയങ്ങളും ചായങ്ങളും ഒക്കെ തേച്ച് പുലിവേഷം കെട്ടി എന്ത് സർപ്രൈസാണ് ഇത്തവണ കാഴ്ചക്കാർക്ക്, ആസ്വാദകർക്ക് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ആ സർപ്രൈസുമായി അവർ അല്പസമയം കൂടി കഴിയുമ്പോൾ നഗരം കീഴടക്കാൻ ഇറങ്ങും. അതോടൊപ്പം തന്നെ പുലികളി ആസ്വാദകരെ കീഴടക്കാൻ ഇറങ്ങും. അവരുടെ ഹൃദയം കവറാനായി അവർ ഇറങ്ങുകയും ചെയ്യും. ഇത്തവണ പലതരത്തിലുള്ള വെറൈറ്റികൾ പലരും കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ആ വെറൈറ്റികൾ എന്താണെന്ന് ചോദിച്ചാൽ അവർ ഇപ്പോൾ അത് പരസ്യമായി പറയില്ല. അവർ കളി ആരംഭിക്കുമ്പോൾ മാത്രമായിരിക്കും അവരുടെ ഓരോ നമ്പേഴ്സും ഓരോ ട്രിക്സും ഓരോ ട്രേഡ് സീക്രട്സും പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കാണാം, സാധാരണ പുലികൾ വരുമ്പോൾ അവർക്ക് ചെരുപ്പൊന്നും ഉണ്ടാകാറില്ല. പുലികളിക്ക് ഇത്തവണ അവർക്ക് ചെരുപ്പുണ്ട്. പുലിത്തോലക്കും പുലിനഖവും ഒക്കെയുള്ള ചെരുപ്പുണ്ട്. ഒപ്പം പുലിനഖമൊക്കെയുള്ള കയ്യുറയുണ്ട്. എന്താണ് ഇത്തവണ ഇങ്ങനെ ഒരു വെറൈറ്റി കൊണ്ടുവരാനുള്ള കാര്യം? വെറൈറ്റി നമുക്ക് ഒന്നാം സമയം അടിക്കും. നമ്മൾ ഒരുപാട് വർഷമായി കൊണ്ടുപോകണത്. ഇവർ നമ്മളെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ചെയ്യാൻ പറഞ്ഞ പരമം ചെയ്ത് നമ്മൾ. എത്ര ടീമുണ്ട് നമ്മുടെ ദേശത്തിൽ? നമ്മളിപ്പോ 9 ടീമുണ്ട് ഇവിടെ. സംഘത്തിൽ എത്ര ആൾക്കാരുണ്ട്? പുലികളുണ്ട്? 50 പുലികളുണ്ട്. ആദ്യമായിട്ടാണോ? നേരത്തെ ഉണ്ട്. 5 വയസ്സ് മുതൽ കളിക്കാണ്. അച്ഛൻ പുലിയുണ്ട്, സ്മൃതി അച്ഛൻ പുലിയുണ്ട്, മകൻ പുലിയുണ്ട്. 5 വർഷമായി മകൻ കളിക്കുന്നുണ്ട്. അച്ഛൻ എത്ര വർഷമായി കളിക്കുന്നുണ്ട്? അച്ഛൻ 10. അത് എനിക്ക് വലിയ കൂടെ കളിക്കാൻ ആശാനുണ്ട്, ശിഷ്യനുണ്ട്, മകനുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കാഴ്ചകൾക്ക് കൂടിയാണ് സ്മൃതി ഈ പുലിക്കളി വേദി സാക്ഷിയാകുന്നത് എന്നുള്ളത്. നമ്മളിന്ന് രാവിലെ പോയപ്പോൾ ഒരു 4 വയസ്സുകാരനെ കണ്ടിരുന്നു. ഒരു ഏറ്റവും പ്രായം കുറഞ്ഞ പുലിയാണ്, കുട്ടിപ്പുലിയാണ്. ഒപ്പം 3 വനിതകൾ ഇത്തവണ ഇറങ്ങുന്നുണ്ട്. ഒരമ്മ മകനെ പുലിവേഷം കെട്ടിക്കുന്ന കാഴ്ച നമ്മൾ വിയ്യൂർ ദേശം സംഘത്തിൽ കണ്ടിരുന്നു. അങ്ങനെ പലതരം കാഴ്ചകൾ കൂടിയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. ഏതായാലും അല്പസമയം കൂടി കഴിയുമ്പോൾ ഇവർ വീണ്ടും കൊട്ടിത്തുടങ്ങും. ആ മേളക്കൊട്ടിനനുസരിച്ച്, അതിൻ്റെ താളത്തിനനുസരിച്ച്, അതിൻ്റെ ആവേശം കൂടുന്നതിനനുസരിച്ച് പുലികളിയുടെ ചുവടുകളും മാറും. അത് കണ്ടു നിൽക്കുന്നവരിലേക്കും അതിൻ്റെ ലഹരി പകർന്നു പോവുകയും അവരും അതിനനുസരിച്ച് തുള്ളിച്ചാടുന്നൊരു കാഴ്ചയും നമ്മൾ കാണുന്നതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം സ്മൃതി ഈ വേഷം കെട്ടിക്കഴിഞ്ഞാൽ, ഈ ചായം പൂശിക്കഴിഞ്ഞാൽ, ഈ കുടവയറും പുലിമുഖവും ചെരുപ്പൊന്നും മാത്രമല്ല, ഇത്തരമൊരു വേഷത്തിലേക്ക് അവർ ആവാഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു കലി കയറുന്ന കാഴ്ചയാണ്. പുലികൾക്ക് അവർ വന്യതയിൽ എങ്ങനെയാണോ കലി തുള്ളുന്നത് അതുപോലെ ഒരു കലി കയറുന്ന കാഴ്ച. പിന്നെ കലി അങ്ങോട്ട് തുള്ളി തീർക്കുകയാണ്. തൃശ്ശൂർക്കാർക്ക് ഏറ്റവും വലിയ ആഘോഷം തൃശ്ശൂർ കഴിഞ്ഞ പുലിക്കളിയാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ ആവേശം ഞങ്ങളുടെ തൃശ്ശൂരാണ്. അത് പുലിക്കളി തകർത്താടും ഞങ്ങള്. അതാണ് സ്ഥിതി. അങ്ങനെ തകർത്താടാൻ തന്നെയാണ്, നഗരം മുഴുവൻ കീഴടക്കിക്കൊണ്ട് തകർത്താടാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. അതിനുവേണ്ടി തന്നെയാണ് 7 സംഘാംഗങ്ങൾ ഇപ്പോൾ പുലിവേഷം കെട്ടി ഇറങ്ങിയിട്ടുള്ളത്. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ സ്മൃതി തൃശ്ശൂർ നഗരം പൂർണ്ണമായും പുലി മഴയായി മാറുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണുക. പുലികളുടെ ഒരു കുത്തൊഴുക്ക് നമുക്ക് അവിടേക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. കുട്ടിക്കൂട്ടങ്ങൾ ഒരുപാട് പേരുണ്ട്, പ്രായമായവരുണ്ട്, സ്ത്രീകളുണ്ട്, അങ്ങനെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട്. അങ്ങനെ ആവേശം വാനോളം ഉയരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാനാവുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ ഇക്കൂട്ടത്തിൽ നിൽക്കുന്നത് ഈ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി പുലിമടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നൊരു 4-5 പുലികൾ മാത്രമാണ്. മറ്റുള്ളവർ അവിടെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം വിയ്യൂർ ദേശത്തിലേക്ക് പോവുകയാണെങ്കിൽ 3 വനിതകൾ കൂടി ഇത്തവണ പുലിവേഷം കെട്ടി പുലിക്കളിക്കായിട്ട് ഇറങ്ങുന്നുണ്ട്. കൊച്ചുകുട്ടികൾ ഒരുപാട് പേരുണ്ട്. 4 വയസ്സുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുട്ടിപ്പുലി ഇത്തവണത്തെ പ്രത്യേകതയായിരിക്കും. അങ്ങനെ കാഴ്ചകൾ പലതാണ് സ്മൃതി, അനുഭവങ്ങൾ പലതായിരിക്കും. അങ്ങനെ ഇവരുടെ ആവേശം ആ ലഹരിയിലേക്ക് അങ്ങ് മാറിക്കഴിഞ്ഞാൽ, അത് പൂർണ്ണ ലഹരിയിലേക്ക് ആവേശം മാറിക്കഴിഞ്ഞാൽ പിന്നെ തകർത്താടുന്നൊരു കാഴ്ചയായിരിക്കും. കാണാൻ വന്നു നിൽക്കുന്ന ആളുകളും ആ നൃത്ത ചുവടുകൾക്കനുസരിച്ച് മുമ്പോട്ട് ചുവടുകൾ തീർത്ത് പോകുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് വരും മണിക്കൂറുകളിൽ കാണാനാകും. പുലിമേളമുണ്ടാകും, ശിങ്കാരിമേളമുണ്ടാകും, ഇവരെ അകമ്പടി സേവിച്ച DJ വാഹനങ്ങളുണ്ടാകും. അങ്ങനെ നൃത്തമേള വാദ്യങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെയായിരിക്കും ഈ പുലിച്ചുവടുകൾ തീർത്തുകൊണ്ട് തൃശ്ശൂർ നഗരത്തിൽ പുലികൾ ഇറങ്ങാൻ പോകുന്നത്. 7 ടീമുകളാണ് ഇത്തവണ ഇറങ്ങുന്നത്. 7 ടീമുകളിലായി
300-350 പുലികളായിരിക്കും ഇത്തവണ ഉണ്ടാവുക. അല്പസമയം കൂടി കഴിയുമ്പോൾ പൂർണ്ണമായും ഈ പുലിമടകൾ വിട്ട് ഇവർ സ്വരാജ് റൗണ്ട് ലക്ഷ്യമാക്കി ഈ പുലിച്ചുവടുകൾ നീങ്ങുകയും ചെയ്യും. ആദ്യം നടുവിലാൻ ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. അവിടെ ഗണപതി കോവിലിൽ തേങ്ങയുടച്ചതിന് ശേഷമാണ് ഓരോ സംഘാംഗങ്ങളും ഓരോ പുലിക്കളി സംഘവും അവരുടെ പുലിക്കളിയും ഘോഷയാത്രയുമായിട്ട് സ്വരാജ് റൗണ്ട് ശരി, കീഴടക്കാനായി അലമീൻ. പോകുന്നത്.